ഇത് ജേണോയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കണ്ണൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. കണ്ണൂരിലെ 11 സീറ്റുകളിൽ 9 എണ്ണം LDFിൻ്റെ കൈവശമാണ്, 2 എണ്ണമാണ് UDFിനൊപ്പമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് കുറേ നേട്ടമുണ്ടാക്കാനായി. കണ്ണൂരിലെ ആ സമഗ്ര ആധിപത്യം LDFിന് നഷ്ടപ്പെടുന്നു എന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നൽകി. അത് UDFിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. എങ്കിലും ഒരു വലിയ മുന്നേറ്റമൊന്നും കണ്ണൂർ ജില്ലയിൽ UDFിന് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് ബോധ്യമാകുന്ന കാര്യം. അതായത് ഒരു വടക്കൻ കൊടുങ്കാറ്റടിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി പല സർവേകളിലും ഉണ്ടാകുന്നു. നമ്മൾ തന്നെ നേരത്തെ അവതരിപ്പിച്ച PSRൻ്റെ സർവേയിലടക്കം അത് പറയുന്നുണ്ട്. എങ്കിലും ഈ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ ഏകപക്ഷീയമായി UDFിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീതിയൊന്നും ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലില്ല. അവിടെ ഒരു 60-40 എന്നുള്ള നിലയിൽ ഈ UDFിന് അനുകൂലമായി മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ മാറാനുള്ള സാധ്യത, അതിനപ്പുറമൊന്നുമുള്ള ഒരു 80% അങ്ങോട്ടേക്ക് ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ വലിയ അപകടങ്ങളൊന്നും LDF നേരിടുന്നില്ല എന്നുള്ളതാണ്. 2 വിമതർ മത്സരിക്കുന്ന, UDFിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന തളിപ്പറമ്പും പയ്യന്നൂരും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അട്ടിമറിയൊന്നും നടക്കില്ല. തളിപ്പറമ്പിൽ ഇനി ഭൂരിപക്ഷം ഈ 10,000-ന് താഴേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമായി TK ഗോവിന്ദനും UDFിനും പറയാം എന്നുള്ളതിനപ്പുറം അവിടെ ജയിക്കാനുള്ള ഒരു സാഹചര്യവും UDFിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുന്ന കാര്യം. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ 11 സീറ്റുകളിൽ UDFിൻ്റെ കൈവശമുള്ള പേരാവൂരും ഇരിക്കൂറും, അതിൽ തന്നെ പേരാവൂരിൽ അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്. KPCC പ്രസിഡന്റിന് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളിൽ പോലും അത്രമേൽ സജീവമാകാത്ത വിധത്തിൽ അവിടെ അദ്ദേഹത്തെ തളച്ചിടാൻ ശൈലജയുടെ സാന്നിധ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ KK ശൈലജയും സണ്ണി ജോസഫും തമ്മിലുള്ള ആ പോരാട്ടം നൽകുന്ന ചൂട് കണ്ണൂർ ജില്ലയിലാകെ ദൃശ്യമാണ്. കേരളത്തിൽ മൊത്തത്തിൽ പര്യടനത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ KPCC പ്രസിഡന്റ് പെട്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അന്തിമമായി കഴിഞ്ഞ തവണത്തേതിലും താഴേക്ക് വരുന്നൊരു ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണയും അദ്ദേഹം ഒരു ടൈറ്റ് പോരാട്ടത്തിനൊടുവിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ അതിലും താഴേക്കുള്ള ഒരു ഭൂരിപക്ഷത്തിലാണെങ്കിലും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നു. ഇരിക്കൂർ സേഫായി കോൺഗ്രസ്സിന് നിലനിർത്താൻ സാധിക്കും. അതേസമയം കണ്ണൂർ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടപ്പെട്ടു പോയ 1745 വോട്ടിനാണ് കഴിഞ്ഞ തവണ തോറ്റുപോയത് UDF. അത് TO മോഹനിലൂടെ തിരികെ പിടിക്കാൻ സാധിക്കുമെന്നവർ കണക്ക് കൂട്ടുന്നു. കാരണം സുധാകരൻ ആദ്യം ഇടഞ്ഞുവെങ്കിലും ആ സുധാകരൻ ഫാക്ടർ ഇപ്പോൾ പോസിറ്റീവായാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂരിൽ TO മോഹനന്, എല്ലാവരും സുധാകരൻ്റെ പഴയ ശിഷ്യന്മാരാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം അത് പറയുന്നുണ്ട്. എന്നെ DCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റും ഒക്കെ ആക്കിയത് സുധാകരനാണ് എന്നുള്ളത്. കാരണം സുധാകരനെ പോലുള്ള ഒരു മനുഷ്യനെ അങ്ങനെ പാടെ ചവിട്ടി എറിഞ്ഞുകൊണ്ട് കണ്ണൂർ പോലൊരു ജില്ലയിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒക്കെ തയ്യാറാകുന്നു. ഇതുപോലുള്ള ചർച്ചകൾ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് ഈ കേരളം ഒഴികെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള നേതാക്കന്മാരെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും സുധാകരൻ്റെ കാര്യത്തിൽ അത്തരമൊരു ഇടപെടൽ നടത്തി എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അപ്പോൾ സുധാകരൻ്റെ ആ പ്രസൻസ് ഉണ്ടാക്കുന്ന കരുത്ത് അത് 2 മണ്ഡലങ്ങളിൽ UDFിന് അനുകൂലമായി വരണം. ഒന്ന് കണ്ണൂരാണ്. കണ്ണൂരിൽ ജയിക്കാനുള്ള സാധ്യത ഒരു 70% മുകളിലാണ്. അഴീക്കോടാണ് മറ്റൊന്ന്. UDFിന് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ്. പക്ഷേ അവിടെ സിറ്റിംഗ് MLA ആയ സുമേഷിൻ്റെ മികച്ച പ്രകടനം അത് അഴീക്കോട് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് ലീഗ് നടത്തുന്ന പോരാട്ടത്തെ അതിജീവിക്കാൻ പോന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം നടന്നാൽ തന്നെ അഴീക്കോട് കൂടി എന്ന് കണക്ക് കൂട്ടിയാലും പരമാവധി 7-4 എന്നുള്ള സ്റ്റാറ്റസിന് അപ്പുറത്തേക്ക് കണ്ണൂരിൽ ഒരു മഹാത്ഭുതത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. കാരണം കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം, ഇടതുപക്ഷത്തിന് അങ്ങനെ പാടെ തകർന്നു പോകുന്ന ഒരു വോട്ട് ബേസ് ഉള്ള സ്ഥലമല്ല കണ്ണൂർ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗം ഉണ്ടായി വന്നപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ ഏകപക്ഷീയമായ പിന്തുണ UDFിന് ലഭിച്ചപ്പോഴും അവരുടെ കോട്ടകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പൊളിക്കാനാവാത്ത കോട്ടകളൊന്നുമില്ല എന്ന് പുറമേ പറയാമെങ്കിലും പ്രചരണ രംഗത്ത് പറയാമെങ്കിലും
ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിൽ അത്ര കണ്ട് വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് കരുതുന്നത് ഒരുതരം ദുർവാശിയാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. എന്തായാലും കണ്ണൂർ അത്ര എളുപ്പത്തിൽ UDFിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മുൻതൂക്കം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, മുൻതൂക്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 11-ൽ 6 സീറ്റെങ്കിലും നേടണം ചുരുങ്ങിയത്, അപ്പോഴാണ് മുൻതൂക്കം ഉണ്ടാകുന്നത്. പക്ഷേ 6 സീറ്റ് നേടാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. പരമാവധി 4 എന്നുള്ളതാണ്. അതിൽ തന്നെ അഴീക്കോടിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പോരാട്ടം നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അഴീക്കോടും പേരാവൂരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന സീറ്റുകളാണ്. ഇപ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം നൂൽപ്പാലത്തിൽ നിൽക്കുന്നു പേരാവൂർ, LDFിനെ സംബന്ധിച്ചിടത്തോളം അഴീക്കോട് അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ പിടിച്ചെടുക്കാം, ഒന്ന് നഷ്ടപ്പെട്ടാലും എന്നുള്ള നിലയിൽ അവിടുത്തെ സാഹചര്യമുണ്ട്. എങ്കിലും പരമാവധി 4 സീറ്റിലേക്ക് എത്താൻ മാത്രമേ, അപ്പോഴും പറയുന്നു അഴീക്കോട് പിടിക്കുക എന്നുള്ളത് UDFിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. പക്ഷേ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഒന്നിച്ചു വന്നാൽ, ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ഏകപക്ഷീയമായി ഉണ്ടായാൽ അഴീക്കോട് പിടിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റാണ്. മറ്റേതൊന്നും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ പോകുന്നവയല്ല. ജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ വിമതരുടെ സാന്നിധ്യമൊക്കെ ഈ പറയുന്ന ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ അവിടങ്ങളിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശകലനത്തിൽ ബോധ്യപ്പെടുന്നത്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്യധികം ആവേശകരമാവുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ചുരുങ്ങിയ സമയമേ പ്രചാരണത്തിനുള്ളൂ എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കളത്തിലേക്ക് നിറയുകയാണ്. അതിൻ്റെ ലക്ഷ്യം കാണലൊന്നും പ്രധാനമല്ല എന്നുള്ള തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിശക്തമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ ഡാറ്റകളുടെ കുഴഞ്ഞുമറിയലും ഉണ്ടാവുകയാണ്. ഇന്നലെ വരെ വിജയിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്ത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ ചില ഘടകങ്ങളാൽ ഉണ്ടാകുന്നു എന്ന് കരുതേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി വരുന്നു. ഇപ്പോൾ ടീം PSR നടത്തിയ സർവേ ഫലങ്ങൾ, 3 ഘട്ടങ്ങളിലായി അവർ നടത്തിയ സർവേ ഫലങ്ങൾ വിശദമായി തന്നെ നമ്മൾ അവലോകനം ചെയ്തിരുന്നു. അതിന് പിന്നാലെ നമ്മുടേതായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ അതത് ജില്ലകളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുമായും രാഷ്ട്രീയ പ്രവർത്തകരുമായും അറിയാവുന്ന നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദ ജേണോയുടെ അവലോകനം ആരംഭിക്കുകയാണ്.